ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമുക്കൊരു കിടുക്കാച്ചായിട്ടുള്ള കല്ലുമ്മക്കായ് വെച്ച് തയ്യാറാക്കിയാലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കല്ലുമ്മക്കായ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിന് മാവ് തയ്യാറാക്കണം. അതിനു വേണ്ടി 2 കപ്പ് പുഴുങ്ങലരി നമുക്ക് കുതിർത്തിയെടുക്കാം. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് പുഴുങ്ങലരി നമുക്കിട്ട് കുതിർത്തി വെക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. നമ്മൾ അരി കുതിർത്തി ഇനി ചെക്ക് ചെയ്യാം. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുതിർത്തിയ അരി 2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല. ഞാൻ ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ആക്കി എടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇനി നമുക്ക് കുറച്ചായി അരിപ്പൊടി ചേർത്ത് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാം. അങ്ങനെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തില് അങ്ങനെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ കല്ലുമ്മക്കായ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറേ കച്ചറൊക്കെ ഉണ്ടാവും. അത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയാവും. ഇത് ഞാൻ കഴുകി എടുത്ത് ഊറ്റി വെച്ചതാണിത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നല്ല ഇറച്ചിയൊക്കെ ഉണ്ട്. ഇനി അരി നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കാണുന്നത് പോലെ ഫോളോ ചെയ്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കട്ടിയായി അമർത്തി നിറക്കരുത്. അന്നേരം കല്ലുമ്മക്കായ് പൊരിച്ചു കഴിഞ്ഞാൽ തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കല്ലുമ്മക്കായ് എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ് പുഴുങ്ങിയിട്ടെടുക്കാം. അതിനു വേണ്ടി ഞാൻ പുഴുങ്ങുന്ന പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ കല്ലുമ്മക്കായ് വെച്ചു കൊടുക്കാം. അങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഓക്കെ, ഇവിടെ പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി എങ്ങനെയാ ഈ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
ഷെല്ലിൽ നിന്ന് ഞാൻ കല്ലുമ്മക്കായി എല്ലാം അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്പെഷ്യൽ മുളകിൽ മുക്കിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ടി ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് കലക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ പൊരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ തലശ്ശേരിയിലെ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കൂട്ടിൽ തന്നെ കല്ലുമ്മക്കായ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കല്ലുമ്മക്കായ് ഈ മസാലക്കൂട്ടിലേക്ക് മുക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കല്ലുമ്മക്കായ് എല്ലാം ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് കല്ലുമ്മക്കായ് ഓരോന്നായി ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല മൊരിഞ്ഞ കല്ലുമ്മക്കായ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല കിടുക്കാച്ചി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.